ഇന്ന് റമദാൻ 22. കോഴിക്കോട്ടെ കുറ്റിച്ചിറക്കാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയാണ് ഈ ദിവസം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേപോലൊരു നോമ്പ് ദിനത്തിലാണ് കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയെ പോർച്ചുഗീസുകാർ ആക്രമിച്ചത്. പള്ളി തകർക്കാൻ പറങ്കിപ്പട നടത്തിയ ശ്രമത്തെ മുസ്ലിം ഹിന്ദു സാഹോദര്യം കൊണ്ട് പ്രതിരോധിച്ച ചരിത്രമുണ്ട് ഈ നാടിന്. മുൻപത്തെ ഒരു കേരള സ്റ്റോറി. ഇന്ന് പുണ്യ റമദാനിലെ 22. മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും ചരിത്രം ജ്വലിച്ചു നിൽക്കുന്ന കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിഷ്കാൽ പള്ളിയെ അടയാളപ്പെടുത്താതെ ഈ ദിനം ഒരിക്കലും കടന്നുപോകില്ല. വലിയൊരു പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് കുറ്റിച്ചിറക്കാർക്ക് ഈ ദിനം. കുറ്റിച്ചിറയിലെ പുരാതന മിഷ്കാൽ പള്ളി. ഈ കമാനങ്ങളും കവാടങ്ങളും കടന്നു ചെന്നാൽ അകത്തളങ്ങൾക്കും ഇടനാഴികൾക്കും പറയാനുള്ളത് 700 വർഷം മുൻപുള്ള കോഴിക്കോടിന്റെ പോരാട്ട കഥകളാണ്. ജനുവരി 3 അന്നാണ് വാസ്കോഡഗാമയുടെ പിൻഗാമിയായ കമാൻഡർ അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ പള്ളി ആക്രമിച്ചത്. കല്ലായി പുഴയുടെ അഴിമുഖത്ത് കൂടിയാണ് പറങ്കിപ്പട തെക്കേപ്പുറത്തെത്തിയത്. അന്നത്തെ തീവയ്പിന്റെ ചരിത്രരേഖകളായി കത്തിയ മരത്തൂണുകളും കഴുക്കോലുകളും ഇന്നും ഇവിടെ അവശേഷിക്കുന്നു. പള്ളിക്ക് നേരെ പോർച്ചുഗീസുകാർ നടത്തിയ ആക്രമണവും നായർ മുസ്ലിം പടയാളികൾ കൈകോർത്ത തിരിച്ചടിച്ചതും കേരള സ്റ്റോറിയുടെ ഈ വിദ്വേഷ പ്രചരണ കാലത്ത് ഓർത്തിരിക്കേണ്ട ചരിത്രമാണ്. പോർച്ചുഗൽ പട അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ ഈ പള്ളിയെ ആക്രമിച്ചു. ഈ ആക്രമണത്തിലെ പള്ളിയുടെ പല ഭാഗങ്ങളും മെമ്പറുകളും അതുപോലെ തന്നെ മുകൾ നിലയിലെ പല ഭാഗങ്ങളും നശിക്കുകയുണ്ടായി. ഇതിനെതിരായിട്ട് അന്ന് സാമൂതിരി പടയാളികളും ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുകയും അന്ന് ചാലിയം കോട്ട ആക്രമിച്ച് അതിൻ്റെ ഉരുപ്പടികളും അതിൻ്റെ മരക്കഷ്ണങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഈ പള്ളിയുടെ പല ഭാഗങ്ങളും പുനർനിർമ്മിച്ചതെന്നാണ് ചരിത്രം. ഈ ചരിത്രത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിനാവശ്യമായ ഹിന്ദു മുസ്ലിം മാനവികതയുടെ ഒരു വലിയൊരു അടയാളപ്പെടുത്തലും കൂടി ഈ ദിനത്തിനുണ്ട് എന്നുള്ളതാണ് ഇതിനെ സവിശേഷമാക്കുന്നത്. പള്ളി പൊളിച്ച കല്ലുകൊണ്ട് വിദേശികൾ കോട്ടയുണ്ടാക്കിയെങ്കിലും ആ കോട്ട പൊളിച്ചടുക്കിയ സാമൂതിരിപ്പട അതേ കല്ലുകൊണ്ട് തിരികെ പള്ളി പണിതുയർത്തിയതും സാഹോദര്യത്തിന്റെ ചരിത്രം. പോർച്ചുഗീസ് ആക്രമണത്തിന്റെ മായാത്ത പാടുകൾ ഇന്നുമുണ്ട് മിഷ്കാലിന്റെ അകത്തളങ്ങളിൽ. മിഷ്കാൽ ആക്രമണം ഓർമ്മപ്പെടുത്തുന്ന ഓരോ റമദാൻ 22 ഈ മണ്ണിലെ മനുഷ്യർ കൈകോർത്ത പോരാട്ടത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം ദിൽഷ തിലകൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.